കോഴിക്കോട് UL സൈബർ പാർക്കിലെ KSADCയുടെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ അടച്ചുപൂട്ടാൻ ശ്രമം. ഈ മാസാവസാനം പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് കാണിച്ച് KSADC സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് കത്തയച്ചു. 20 കമ്പനികളിലായി 100-ലധികം സംരംഭകരാണ് കത്ത് ലഭിച്ചതോടെ പ്രതിസന്ധിയിലായത്. വിവരങ്ങളുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, ഏത് സാഹചര്യത്തിലാണ് ഈ സ്റ്റാർട്ടപ്പുകൾ അടച്ചുപൂട്ടാൻ KSADC തീരുമാനിച്ചിരിക്കുന്നത്? രാജ്യം സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലെ വിവിധ ജില്ലകളിൽ ഇൻക്യുബേഷൻ സെന്ററുകൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഊരാളുകളിൽ നൽകേണ്ട വാടകയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംരംഭകരിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതാണ് KSADCയെ ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന. എന്നാൽ KSADCയുടെ പ്രധാന ബിസിനസ് അല്ലാത്തതിനാണ് സൈബർ പാർക്കിലെ ഇൻക്യുബേഷൻ സെന്ററിൽ നിന്നും മാറാനുള്ള തീരുമാനം എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും സൈബർ പാർക്കിലെ ഇൻക്യുബേഷൻ സെന്റർ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പ് മിഷനുമായുള്ള ചർച്ചകളെല്ലാം തന്നെ നടത്തി വരികയാണ്. ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കൂ. 2017 ഇത്തരത്തിൽ KSADC UL സൈബർ പാർക്കിൽ ഇത്തരത്തിലുള്ളൊരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. രാജീവ്, അനഘ, ഊരാളുങ്കലിന് വേണ്ടിയാണോ ഇത്തരമൊരു നീക്കം നിലവിൽ ഇപ്പോൾ KSADC നടത്തുന്നത്? ഊരാളുങ്കലിന് സൈബർ പാർക്കിലെ മുഴുവൻ സ്ഥലവും നൽകാനുള്ള നീക്കമാണോ? അതാണോ ഈ സ്റ്റാർട്ടപ്പുകളെ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്? അക്കാര്യത്തിൽ നമുക്കൊരു വിശദമായിട്ടുള്ള വിവരം ലഭ്യമായിട്ടില്ല. ഏതായാലും ഇത്തരത്തിലൊരു സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള വിവിധ ജില്ലകളിൽ ഇൻക്യുബേഷൻ സെന്ററുകൾ പ്രവർത്തിച്ചു വരികയാണ്. ഇത്തരത്തിൽ ഈ വാടക, അതായത് ഊരാളുകളിൽ നൽകേണ്ടി വരുന്ന വാടകയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംരംഭകരിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതാണ് KSADCയെ ഇത്തരത്തിലുള്ള നീക്കത്തിൽ നയിച്ചതെന്നടക്കം MD പറയുന്നുണ്ടെങ്കിലും രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ ഊരാളുകളിലുമായുള്ള ഒരു നീക്കുപോക്കിന്റെ ഭാഗമായി തന്നെയാവാം ഇത്തരത്തിലുള്ളൊരു നീക്കം എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. യെസ്, അനഘയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.